ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ പ്രോസ് ആൻഡ് ഫിക്ഷൻ ഉണ്ടല്ലോ, തേർഡ് സെമ്മിൽ അതിൽ ദ യൂണിക്കോൺ ഇൻ ദ ഗാർഡൻ എന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇത് ജെയിംസ് തേബറാണ് ഈ ഒരു ഷോർട്ട് സ്റ്റോറി എഴുതിയിട്ടുള്ളത്. ജെയിംസ് തേബർ അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്, ഒരു ഹ്യൂമറിസ്റ്റാണ്, കാർട്ടൂണിസ്റ്റാണ്, പ്ലേ റൈറ്റാണ്. അപ്പം അദ്ദേഹം കൂടുതലായിട്ടും ഷോർട്ട് സ്റ്റോറീസ്, അതായത് വിറ്റി ഷോർട്ട് സ്റ്റോറീസ്, അത് വളരെ രസകരമായിട്ട് എഴുതിയിട്ടുള്ള ഷോർട്ട് സ്റ്റോറീസും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള കാർട്ടൂണുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഷോർട്ട് സ്റ്റോറീസ് ആണെങ്കിലും അദ്ദേഹത്തിൻ്റെ കാർട്ടൂണുകളാണെങ്കിലും ദ ന്യൂയോർക്കർ മാഗസീനിലാണ് കൂടുതലായിട്ടും പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആൻഡ് അദ്ദേഹത്തിൻ്റെ വർക്കുകൾ എന്ന് പറയുന്നതിൽ കൂടുതലും സറ്റയറൈസ് ചെയ്തിട്ടാണ്, ഇങ്ങനെ കളിയാക്കിക്കൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടൊക്കെ എഴുതുന്ന അർബൻ ലൈഫിനെയൊക്കെ, മോഡേൺ അർബൻ ലൈഫിനെ സറ്റയറൈസ് ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ സാധാരണക്കാരുടെ സ്ട്രഗിൾസിനെയും ഒക്കെ വളരെയധികം രസകരമായിട്ട് അവതരിപ്പിക്കുന്ന ഒരു റൈറ്ററും കൂടിയാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഓർഡിനറി ലൈഫിൻ്റെ പ്രശ്നങ്ങളും അവരുടെ സ്ട്രഗിൾസും ഒക്കെ ഒരു ഫാൻറ്റസിയിലൂടെ ആണ് അദ്ദേഹം പിക്ചറൈസ് ചെയ്തിട്ടുള്ളത്. കൊളംബസിലെ ഓഹിയോയിലാണ് അദ്ദേഹത്തിൻ്റെ ജനനം. റൈറ്റിംഗ് കരിയർ ഒരു ജേർണലിസ്റ്റായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അദ്ദേഹം ന്യൂയോർക്കിൽ ഒരു സ്റ്റാഫായിട്ട് ജോലി ചെയ്യുന്നു. 1927 ആൻഡ് ഹി കോൺട്രിബ്യൂട്ടഡ് ബോത്ത് ലിറ്റററി വർക്ക്സ് ആൻഡ് കാർട്ടൂൺസ്, അതായത് സാഹിത്യ രചനകളും അതുപോലെ തന്നെ കാർട്ടൂണുകളും അദ്ദേഹം ധാരാളമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി തേബറുടെ ഒരു മോസ്റ്റ് നോട്ടബിൾ വർക്ക്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സീക്രട്ട് ലൈഫ് ഓഫ് വാൾട്ടർ മിറ്റി, ഫേബിൾസ് ഓഫ് അവർ ടൈം, മൈ ലൈഫ് ആൻഡ് ഹാർഡ് ടൈംസ്, ദ ഇയേഴ്സ് വിത്ത് റോസ്, ഈസ് സെക്സ് നെസസറി, അങ്ങനെയുള്ള വർക്കുകളാണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. അപ്പം നമുക്ക് പഠിക്കാനുള്ളത് ദ യൂണിക്കോൺ ഇൻ ദ ഗാർഡൻ എന്ന തേബറുടെ ഷോർട്ട് സ്റ്റോറിയാണ്. ഇതിൽ പറയുന്ന വളരെ ചെറിയ ഒരു സ്റ്റോറിയാണിത്. ഇതിൽ തേബർ പറയുന്നത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്. അപ്പോൾ അതിൽ മാൻ ഹു വൺ മോർണിംഗ് സീസ് യൂണിക്കോൺ ഇൻ ഹിസ് ഗാർഡൻ. അപ്പോൾ അദ്ദേഹം ക്യാരക്ടറിൻ്റെ പേരൊന്നും തന്നെ പറയുന്നില്ല. ആളുടെ ഗാർഡനിൽ ഒരു യൂണിക്കോണിനെ കാണുകയാണ്. യൂണിക്കോൺ എന്ന് പറഞ്ഞാൽ അറിയുമായിരിക്കുമല്ലോ അല്ലേ? അപ്പോൾ ആ യൂണിക്കോണിനെ കാണുകയാണ്. അതായത് സെൻറ്ററിലായിട്ട് ഒറ്റ കൊമ്പുള്ള ഒരു ജീവി. അപ്പോൾ ഈ യൂണിക്കോണിനെ കാണുകയാണ്. അപ്പോൾ ആ യൂണിക്കോൺ അയാളുടെ ഗാർഡനിൽ ഫ്ലവേഴ്സൊക്കെ തിന്നുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അയാൾ വളരെയധികം അതിശയത്തോടെ അയാളുടെ വൈഫിനോട് ഇത് പോയി പറയുന്നു. പക്ഷെ ഭാര്യ എന്താ ചെയ്തത്? ഷി റിഡിക്യൂൾസ് ഹിം, ഇയാളെ കളിയാക്കി. അപ്പോൾ അങ്ങനെ എന്ത് പറഞ്ഞിട്ടാണ് കളിയാക്കിയത്? യൂണിക്കോൺ ഒരു മിത്തിക്കൽ ബീസ്റ്റാണ്. യൂണിക്കോൺ എന്നുള്ള ഒരു ബീസ്റ്റ്, ഒരു അനിമൽ ശരിക്കും ഇല്ല, അത് മിത്താണ്, നിങ്ങൾക്ക് തോന്നിയതായിരിക്കും. അതേപോലെ തന്നെ കോൾസിമെ ബൂബി, നിങ്ങൾ മെൻ്റൽ അസൈലത്തിൽ നിന്ന് വന്നതാണോ, നിങ്ങൾക്ക് ഭ്രാന്താണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാളെ കളിയാക്കി. വെൻ ഹി പേഴ്സിസ് ഷീ ത്രെറ്റൻസ് ടു ഹാവ് ഹിം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ്. അപ്പോൾ അയാളല്ല, ശരിക്കും ഉണ്ട്, വന്ന് നോക്കൂ എന്ന് കുറേ പറഞ്ഞു നോക്കി. പക്ഷെ ഭാര്യ അത് ശ്രദ്ധിച്ചില്ല, വിശ്വസിച്ചില്ല. പകരം ഇയാളെ നിങ്ങളെ മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കും, കാരണം നിങ്ങൾക്ക് ഭ്രാന്താണ്, യൂണിക്കോണൊന്നും ഇവിടെ വരില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അവരുടെ ഹസ്ബൻഡിനെ കളിയാക്കിക്കൊണ്ടിരുന്നു. ഹസ്ബൻഡ് വീണ്ടും ഹി ഗോസ് ബാക്ക് ടു ദ ഗാർഡൻ ആൻഡ് ഓഫേഴ്സ് ദ യൂണിക്കോൺ എ ലില്ലി ടു ഈറ്റ്. അപ്പോൾ അയാൾക്ക് തോന്നിയതാണോ എന്ന് ഭാര്യ പറഞ്ഞപ്പോൾ അയാൾക്ക് തന്നെ ഒരു സംശയം തോന്നി. അപ്പോൾ ഇത് സത്യമാണോ യൂണിക്കോൺ എന്നുള്ളത് എൻ്റെ തോന്നലാണോ അതോ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടോ എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ഗാർഡനിൽ നിന്ന് ഒരു ലില്ലി ഫ്ലവർ പറിച്ചിട്ട് ഈ യൂണിക്കോണിന് തിന്നാൻ കൊടുത്തു. ദ വൈഫ് സീയിങ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഹാവ് ഹിം പുട്ട് എവേ കോൾസ് ദ അതോറിറ്റീസ്. അപ്പോൾ ഭാര്യയ്ക്ക് എങ്ങനെയെങ്കിലും ഈ ഭർത്താവിനെ ഇവിടെ നിന്ന് ഒഴിവാക്കണം. അതിന് വേണ്ടിയിട്ട് ഭാര്യ എന്ത് ചെയ്തു?
ഈ അതോറിറ്റീസിനെ, അതായത് മെൻ്റൽ ഹോസ്പിറ്റലിലുള്ള ആൾക്കാരെ വിളിച്ചു. ആൻഡ് വെൻ ദേ അറൈവ് ദ വൈഫ് ഈസ് ദ വൺ ഹൂ അപ്പിയേഴ്സ് മാഡ്. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും ഇവിടെ എന്താ സംഭവിച്ചിരിക്കണേ? ഭർത്താവിന് പകരം ഭാര്യയ്ക്കാണ് ഭ്രാന്തായിരിക്കുന്നത്. അങ്ങനെ അവർ വന്ന് ചോദിക്കണു. അപ്പോൾ ഹസ്ബൻഡ് ഇങ്ങനെ ഒരു സംഭവം യൂണിക്കോണിനെ കണ്ടതോ അത് ഭാര്യയുടെ അടുത്ത് പറഞ്ഞതോ ആയിട്ടുള്ള സംഭവം ഒന്നും അയാൾ ഓർക്കാത്തത് പോലെ, അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ലാത്ത മട്ടിലാണ് സംസാരിച്ചത്. കോളിംഗ് ഇറ്റ് എ മിത്തിക്കൽ ബീസ്റ്റ് ഇൻസ്റ്റഡ്. അപ്പോൾ അതൊരു മിത്തിക്കൽ ബീസ്റ്റായിട്ട് തന്നെ അയാൾ പറയുകയും ചെയ്തു. അപ്പോൾ ഈ ഹസ്ബൻഡിനെ കൊണ്ടുപോകുന്നതിന് പകരം, മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം, മെൻ്റൽ അസൈലത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് പകരം അതോറിറ്റീസ് വൈഫിനെയും കൊണ്ട് പോയി. അങ്ങനെ ഭാര്യ പോയപ്പോൾ ആ ഹസ്ബൻഡ് സന്തോഷത്തോടെ അവിടെ ജീവിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെയാണ് ഈ സ്റ്റോറി അവസാനിക്കുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണ്, ഒരു മോറൽ ആയിട്ട് പറയുന്ന എന്താണ്, നോട്ട് ടു അസ്യൂം വൺസ് ഹോപ്പ് ആസ് ഗ്യാരൻറ്റീഡ്. നമ്മൾ ഒരിക്കലും ഒരു കാര്യവും അസ്യൂം ചെയ്ത് പറയാൻ പറ്റില്ല. മറ്റുള്ളവരുടെ ഒരാൾ പ്രതീക്ഷയോടെ വന്ന് നമ്മളോട് പറയുമ്പോൾ അതിനെ നമ്മൾ ഒരിക്കലും അവരുടെ പ്രതീക്ഷകളെ നമ്മൾ ഇല്ലാതാക്കാൻ പാടില്ല എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അതായത് അസംഷൻസ് നമ്മൾ ഊഹിച്ച് ഒരിക്കലും എന്താണ് നമ്മൾ കണ്ടതുപോലെ, നേരിട്ട് കണ്ടതുപോലെ ഊഹങ്ങളിൽ നമ്മൾ ഓരോ കാര്യവും അല്ലെങ്കിൽ ഊഹിച്ചുകൊണ്ട് നമ്മൾ ഒരിക്കലും അത് സത്യമാണ് എന്ന് ഉള്ള രീതിയിൽ മറ്റുള്ളവരോട് പറയരുത്. ഇതാണ് ഈ ഒരു സ്റ്റോറിയുടെ സമ്മറിയും അതുപോലെ തന്നെ ആ സ്റ്റോറിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു മോറൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള വളരെ ചെറിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണിത്. ഇത് ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഇതിട്ട് 3rd സെമ്മിലെ ഷോർട്ട് സ്റ്റോറിയുമാണ്. ഒപ്പം ഇത് മറ്റാർക്കെങ്കിലും ഒക്കെ ആവശ്യമുള്ളതായിട്ട് ഏതെങ്കിലുമൊക്കെ യൂണിവേഴ്സിറ്റീസിൽ ഇത് പഠിക്കാനായിട്ട് ഉണ്ടാവും. അപ്പോൾ ആ ഒരു രീതിയിലും കൂടിയാണ് ഈ സ്റ്റോറി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ.